എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 112ാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്, ദ സ്പെഷ്യാലിറ്റി ഓഫ് സൈഗോട്ട് സെൽ ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ജനറ്റിക് മെറ്റീരിയൽ ദ ബേബി നീഡ്സ്. അതായത് എന്താണ് ഒരു സൈഗോട്ട് സെല്ലിൻ്റെ പ്രത്യേകത? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ സൈഗോട്ട് സെൽ? ദ സ്പെഷ്യാലിറ്റി ഓഫ് സൈഗോട്ട് സെൽ ഈസ്, അതായത് സൈഗോട്ട് സെല്ലിൻ്റെ പ്രത്യേകത എന്താകുന്നു എന്ന് വെച്ചാൽ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ, അതായത് ജനിതകപരമായിട്ട് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും, അതായത് DNA ദ ബേബി നീഡ്സ്, അതായത് പുതുതായിട്ട് ജനിക്കാൻ പോകുന്ന ആ ശിശുവിന് വേണ്ടുന്നതായ എല്ലാ ജനിതക ഇൻഫർമേഷനുകളും അല്ലെങ്കിൽ DNAയും സൈഗോട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 113ാമത്തെ ചോദ്യം, സൈഗോട്ട് ഇൻക്ലൂഡ്സ് 23 chromosomes ഫ്രം ദ മദേഴ്സ് എഗ് ആൻഡ് 23 from the father's sperm. So, how many chromosomes from the mother is having zygote? Zygote is having 23 chromosomes from the mother. അതായത് 23 ക്രോമോസോമുകളാണ് അമ്മയിൽ നിന്നും സൈഗോട്ടിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പിതാവിൽ നിന്നും 23 ക്രോമോസോമുകളാണ് സൈഗോട്ടിന് ലഭിക്കുന്നത്. അങ്ങനെ മൊത്തം 46 ക്രോമോസോമുകളാണ് ഒരു സൈഗോട്ടിൽ ഉണ്ടായിരിക്കുക. സോ ഹൗ മെനി ക്രോമോസോംസ് ദ സൈഗോട്ട് ഹാസ് എന്ന് അല്ലെങ്കിൽ ഹാവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക 46 ക്രോമോസോംസ്, ആൻഡ് ഫ്രം ഫാദർ 6 ആൻഡ് ഫ്രം മദർ 6. ഓക്കെ. ഇനി 114ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 114, ദ സൈഗോട്ട് അണ്ടർഗോസ് മിറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ ലീഡിങ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടി സെല്ലുലർ എംബ്രിയോ. സോ നമ്മളോട് ചോദിക്കാം, വാട്ട് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ദ സൈഗോട്ട് ഈസ് ഹാവിങ്, അല്ലെങ്കിൽ സിദ്ധാന്തത്തിന് ഏത് തരത്തിലുള്ള സെൽ ഡിവിഷനാണ് സംഭവിക്കുന്നത്? ദ സൈഗോട്ട് അണ്ടർഗോസ് മിറ്റോറ്റിക് ഡിവിഷൻസ്, അതായത് സൈഗോട്ട് മിറ്റോറ്റിക് ഡിവിഷനാണ് സംഭവിക്കുന്നത്, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ സെൽസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സെല്ലുലർ ഡിഫറൻസിയേഷൻ ലീഡിങ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടി സെല്ലുലർ എംബ്രിയോ. അങ്ങനെ വാട്ട് ഹാപ്പൻസ് ദ ഡിവിഷൻ ഓഫ്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ദ ഡിവിഷൻ ഓഫ് സൈഗോട്ട്? എന്താണ് സൈഗോട്ടിൻ്റെ ഡിവിഷൻ്റെ പരിണിതഫലം? ദ കോൺസിക്വൻസ് ഓഫ് സൈഗോട്ട്സ് ഡിവിഷൻ ഈസ് ദ മൾട്ടി സെല്ലുലർ എംബ്രിയോസ് ഫോർമേഷൻ. അതായത് ബഹുകോശമുള്ള എംബ്രിയോയായിട്ട് സൈഗോട്ടിൻ്റെ ഡിവിഷൻ സൈഗോട്ടിനെ മാറ്റിയെടുക്കുന്നു. ഓക്കെ. ഇനി 115ാമത്തെ ചോദ്യം, മിറ്റോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ഇൻ യൂക്രിയോട്ടിക് സെൽ. അപ്പം ഏത് സെൽ, വിച്ച് സെൽസ് ആർ ഹാവിങ് ദ മിറ്റോറ്റിക് പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ? ഓക്കെ. മിറ്റോറ്റിക് ഡിവിഷൻ ഓഫ് സെൽ ഡിവിഷൻ ഈസ് ഹാവിങ് ഇൻ ദ യൂക്രിയോട്ടിക് സെൽ. അപ്പോൾ യൂക്രിയോട്ടിക് സെൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു സെല്ലിന് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളും ഉള്ളതാണെങ്കിൽ അതിനെ യൂക്രിയോട്ടിക് സെൽ എന്ന് പറയുന്നു. ഓക്കെ. മിറ്റോസിസ് occurs when a parent cell divides to produce two identical daughter cells. So, what kind of cells are produced by mitosis? അതായത് ഏത് തരത്തിലുള്ള സെല്ലുകളാണ് മിറ്റോസിസിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? മിറ്റോസിസ് occurs, അതായത് മിറ്റോസിസ് സംഭവിക്കുന്നു when parent cell, അതായത് ഒരു parent cell divides to produce two identical daughter cells. അതായത് എപ്പോഴാണോ parent cell ഡിവൈഡ് ചെയ്ത് ഒരുപോലെയുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഡോട്ടർ സെല്ലുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അപ്പോഴാണ് മിറ്റോസിസ് occurs. അതെ. In cell division 117, okay, in cell divisions mitosis refers explicitly to the partition of the duplicated genetical material carried to the nucleus. അതായത് സെൽ ഡിവിഷനിൽ മിറ്റോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഒരുപോലെയുള്ള ജനറ്റിക് മെറ്റീരിയലോട് കൂടിയ സെല്ലുകളുടെ ഉൽപ്പാദനത്തെയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിലെ പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തെയാണ് മിറ്റോസിസ് എന്ന് പറയുന്നത്. എവിടെ? സെൽ ഡിവിഷനിൽ. സോ വാട്ട് ഈസ് മിറ്റോസിസ് ഇൻ സെൽ ഡിവിഷൻ എന്ന് ചോദിച്ചാൽ, എന്താകുന്നു മിറ്റോസിസ് സെൽ ഡിവിഷനിൽ എന്ന് ചോദിച്ചാൽ, ഇൻ സെൽ ഡിവിഷൻ മിറ്റോസിസ് റെഫേഴ്സ് ടു, സെൽ ഡിവിഷനിൽ മിറ്റോസിസ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുമ്പോൾ എക്സ്പ്ലിസിറ്റ്ലി പ്രത്യേകമായി ടു ദ പാർട്ടീഷൻ ഓഫ് ദ ഡ്യൂപ്ലിക്കേറ്റഡ് ജനറ്റിക്കൽ മെറ്റീരിയൽസ്, അതായത് ജനറ്റിക്കൽ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ DNA ഡ്യൂപ്ലിക്കേഷനെയാണ് അവിടെ പറയപ്പെടുന്നത് മിറ്റോസിസ് എന്ന് പറയപ്പെടുന്നത്. ഇനി 118ാമത്തെ ചോദ്യം, ഓൺലി വൺ ഓഫ് ദ സ്പേം ദാറ്റ് റീച്ച് ദ ഓവം ഫ്യൂസസ് വിത്ത് ഇറ്റ്. സോ ഹൗ മെനി സ്പേംസ് വിൽ ഫ്യൂസ് വിത്ത് ദ ഓവം? അതായത് എത്ര സ്പേമുകളാണ് ഓവവുമായിട്ട് സംയോജിക്കുന്നത്? ഓൺലി വൺ ഓവം, വൺ സ്പേം, അതായത് ഒരു സ്പേം മാത്രമാണ് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ആൻഡ് ഓൺലി sperm cell that enters the ovum, the egg cell, the fertilization process, something called fertilization membrane forms on the cell membrane of the ovum. So what happened to the
ഓവം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് സ്പേം, അതായത് ഒരു ഫ്യൂഷൻ, സെല്ലിൻ്റെ ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ തന്നെ ഓവത്തിന് എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ആൻഡ് ഓൺലി സ്പേം സെൽ ദാറ്റ് എൻറ്റേഴ്സ് ആൻ ഓവം, അതായത് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ആഫ്റ്റർ ദ ഫസ്റ്റ്, അതായത് ആദ്യത്തെ സെൽ, ഓൺലി ദ സ്പേം സെൽ, അതായത് ആദ്യത്തെ സ്പേം സെൽ അല്ലെങ്കിൽ പുരുഷ ബീജകോശം ദ എൻറ്റേഴ്സ് ദ ഓവം, ഓവത്തിൽ കയറി കഴിയുമ്പോൾ ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ്, അപ്പോൾ തന്നെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നു. സംതിങ് കോൾഡ്, അത് എന്തോ ഒരു പദാർത്ഥത്തിന്, അതിനെ വിളിക്കുന്ന പേര് ഫെർട്ടിലൈസേഷൻ മെമ്മറൈൻ, അതായത് ഫെർട്ടിലൈസേഷൻ മെമ്മറൈൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാകുന്നു. ഫോംസ് രൂപപ്പെടുന്നു ഓൺ ദ സെൽ, സെല്ലിൽ രൂപപ്പെടുന്നു. മെമ്മറൈൻ ഓഫ് ദ ഓവം, അത് ഓവത്തിന് ചുറ്റും ഒരു കവറിങ് പോലെ ഒരു മെമ്മറൈൻ ഉണ്ടായിത്തീരുന്നു. ആ മെമ്മറൈന് പറയപ്പെടുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ മെമ്മറൈൻ എന്ന്. സോ ഇമ്മീഡിയറ്റ്ലി വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ദ മെമ്മറൈൻ, ഫെർട്ടിലൈസേഷൻ മെമ്മറൈൻ്റെ ഫോർമേഷൻ അറൗണ്ട് ദ ഓവമാണ് ആദ്യം തന്നെ സംഭവിക്കുന്നത്. ഇനി 120ാമത്തെ ചോദ്യം, ഫെർട്ടിലൈസേഷൻ മെമ്മറൈൻ പ്രിവെൻറ്റ്സ് അതർ sperm cells from entering the ovum. So what is the function of the fertilization membrane? എന്താകുന്നു ഫെർട്ടിലൈസേഷൻ മെമ്മറിൻ്റെ പ്രവർത്തനം? ഫെർട്ടിലൈസേഷൻ മെമ്മറൈൻ പ്രിവെൻറ്റ്സ്, അത് ബ്ലോക്ക് ചെയ്യുന്നു അതർ സ്പേം സെൽ ഫ്രം എൻ്ററിങ് ദ ഓവം, മറ്റു സ്പേം സെല്ലുകളെ ഓവത്തിനകത്ത് പ്രവേശിക്കുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി 121ാമത്തെ ചോദ്യം, ഓവറി ഈസ് എ പെയർ ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ് ഇൻ വിച്ച് ദ എഗ് ഫോം ആൻഡ് ദ ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോജൻ ആർ മെയ്ഡ്. അപ്പം വാട്ട് ഈസ് ഓവറി, അല്ലെങ്കിൽ ഓവറിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഓവറി? ഓവറി ഈസ് എ ഫീമെയിൽ ഗ്ലാൻഡ്. ഓവറി എന്ന് പറയുന്ന ഒരു ഫീമെയിലുള്ള, സ്ത്രീകളിലുള്ള ഗ്ലാൻഡാണ്. ഇൻ വിച്ച്, അതിനകത്ത് എഗ് ഫോം, അതായത് അണ്ടം അല്ലെങ്കിൽ ഓവം അല്ലെങ്കിൽ എഗ്സ് ആർ ഫോംഡ്, രൂപപ്പെടുന്നു. ആൻഡ് ദ ഫീമെയിൽ ഹോർമോൺസ്, അതായത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഹോർമോൺസ് ഏതെല്ലാമാണ്? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രജൻ ആർ മെയ്ഡ്, ഈസ്ട്രജനും പ്രൊജസ്ട്രജനും രൂപപ്പെടുന്നു. ഓക്കെ, ഇനി 122ാമത്തെ ചോദ്യം, ഓവുലേഷൻ ഈസ് എ ഫേസ് ഇൻ ദ മെൻസ്ട്രേഷൻ സർക്കിൾ ഓഫ് വുമൺ. അപ്പം ഓവുലേഷൻ, വാട്ട് ഈസ് ഓവുലേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഓവുലേഷൻ ഈസ് എ ഫേസ്. ഓവുലേഷൻ എന്ന് പറയുന്നത് ഒരു ഘട്ടമാണ് ഇൻ ദ മെൻസ്ട്രൽ സർക്കിൾ ഓഫ് വുമൺ, അതായത് സ്ത്രീയുടെ മെൻസ്ട്രൽ സർക്കിളിലെ ഒരു ഘട്ടമാണ് ഓവുലേഷൻ. ഓക്കെ, ഇനി 123ാമത്തെ ചോദ്യം, വെൻ വുമൺസ് ഓവറി റിലീസസ് ആൻ എഗ്, അതായത് ഒരു സ്ത്രീയുടെ ഓവറി എഗ്ഗിനെ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യുമ്പോൾ ദ എഗ് ലീവ്സ് ദ ഓവറി, എന്താണ് സംഭവിക്കുന്നത്? എഗ് ലീവ്സ് ദ ഓവറി, എഗ് എന്ത് ചെയ്യുന്നു? ഓവറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയുടെ ഓവറി എഗ്ഗിനെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റിലീസിങ് ഓഫ് എഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓവറി റിലീസിങ് ആൻ എഗ് ഫ്രം ദ ഓവറി, അതായത് ഓവറിയിൽ നിന്നും എഗ്ഗിനെ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഓവുലേഷൻ. ഓക്കെ, ഇനി 124ാമത്തെ ചോദ്യം. ഓക്കെ, when a woman's ovary releases an egg, it travels down to the fallopian tube. Okay, once if the ovary releases the egg, which way it goes to the uterus? It goes to the uterus through the fallopian tube. അതായത് ഒരു പ്രാവശ്യം ഓവറി ഒരു എഗ്ഗിനെ റിലീസ് ചെയ്താൽ ആ എഗ്ഗ് യൂട്രസിലേക്ക് പോകുന്നത് ഫലോപ്പിയൻ ട്യൂബിലൂടെയാണ്. വെൻ എ വുമൺസ് ഓവറി, ഒരു സ്ത്രീയുടെ ഓവറി റിലീസസ് ആൻ എഗ്ഗ്, ആ എഗ്ഗിനെ സ്വതന്ത്രമാക്കുമ്പോൾ ഇറ്റ് ട്രാവൽസ് ഡൗൺ, ഇത് താഴേക്ക് യാത്ര ചെയ്യുന്നു ദ ഫലോപ്പിയൻ ട്യൂബ്, ഫലോപ്പിയൻ ട്യൂബിലേക്ക്. ഓക്കെ, ഇനി 125ാമത്തെ ചോദ്യം, ഇൻ ഫലോപ്പിയൻ ട്യൂബ് ദ എഗ് വെയിറ്റ്സ് ടു ബി ഫെർട്ടിലൈസ്ഡ് ബൈ സ്പേം. വാട്ട് ഹാപ്പൻസ് ടു ദ എഗ് ഇൻ ഫലോപ്പിയൻ ട്യൂബ്? ഇൻ ഫലോപ്പിയൻ ട്യൂബ്, ഫലോപ്പിയൻ ട്യൂബിനകത്ത് ദ എഗ് വെയിറ്റ്സ്, അതായത് എഗ് എന്താണ് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ സ്പേം, അതായത് ഒരു സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു ഫ്യൂസ് വിത്ത് എഗ്, അതായത് ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്, ഫെർട്ടിലൈസേഷൻ എന്ന ആ പ്രോസസ്സ് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി 128ാമത്തെ ചോദ്യം, ദ ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ദ ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അതായത് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷൻ, സംയോഗത്തിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 129ാമത്തെ ചോദ്യം, ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ ദ ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം ആൻഡ് ദ എഗ് ഫ്യൂസ് ആൻഡ് ഫോം സിംഗിൾ ന്യൂക്ലിയസ്. വാട്ട് ഹാപ്പൻസ് ടു ദ ന്യൂക്ലിയസ് ഓഫ് ദ എഗ് ആൻഡ് സ്പേം ഇൻ ഫെർട്ടിലൈസേഷൻ? ഓക്കെ, അതായത് ഈ ന്യൂക്ലിയസിന്, അതായത്
സ്പേമിൻ്റെയും എഗ്ഗിൻ്റെയും ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കുന്നു ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത്, അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതാം? ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ദ ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം ആൻഡ് എഗ് ഫ്യൂസ്, അതായത് സ്പേമിൻ്റെയും അതായത് പുരുഷ ബീജത്തിൻ്റെയും എഗ്ഗിൻ്റെയും അതായത് അണ്ടത്തിൻ്റെയും എന്താണ് ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കുന്നു? ഫ്യൂസ്, സംയോഗം ചെയ്യപ്പെടുന്നു, അവ ഒന്നിച്ചു ചേരുന്നു. ആൻഡ് ഫോം എ സിംഗിൾ ന്യൂക്ലിയസ്, അതിൻ്റെ പരിണിത ഫലമായിട്ട് അവ ഒരു ഏക ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഇനി 131ാമത്തെ ചോദ്യം, ഫെർട്ടിലൈസേഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട്. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ട് എന്താണ്? ഫെർട്ടിലൈസേഷൻ റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ്റെ പരിണിത ഫലമായിട്ട് ഫെർട്ടിലൈസ്ഡ് എഗ് അല്ലെങ്കിൽ സൈഗോട്ട് അല്ലെങ്കിൽ സിദ്ധാന്തം രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട്, അതായത് സൈഗോട്ടിൻ്റെ രൂപപ്പെടലിന് കാരണമായി തീരുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.